കർത്താവായ ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം ഈ മനോഹരമായ സമയത്തെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരവസരം ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പതിവ് ലൈവിൽ അല്പം വ്യത്യസ്തമായി ഞാനൊരു മാസ്ക് വെച്ചാണ് തുടങ്ങിയത്. അതെ, നമ്മെ ആക്കിയിരിക്കുന്ന ഈ ഭൂമിയിൽ, ഈ ഭാരതത്തിൽ സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്തിരിക്കാൻ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. 6 മാസത്തോളം ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ അതാത് ഭവനങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ദൈവത്തെ ആരാധിക്കുകയും ആരാധനയുടെ സന്തോഷം അനുഭവിക്കുകയൊക്കെ ചെയ്യുവാനിടയായിത്തീരുന്നല്ലോ. എന്നാൽ അടുത്തുള്ള ദിവസം വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് ആ മഹാമാരിയുടെ പ്രയാസങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് ആയിത്തീർന്നല്ലോ. ഗവൺമെൻറ് നമുക്കതിന് മുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും നമുക്ക് തന്നിരിക്കുന്ന മാർഗനിർദ്ദേശം, ഗവൺമെൻറ് തന്നിരിക്കുന്ന വ്യക്തി പാലിക്കുക, അകലം പാലിക്കുക, മാസ്ക് വയ്ക്കുക, കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ നന്നായിട്ട് കഴുകുക. നമുക്കൊന്നിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന്, ഭരണാധികാരികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. പ്രത്യേകാൽ നമ്മുടെ പ്രാർത്ഥനയിൽ സാമൂഹ്യ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ഭരണാധികാരികൾ എന്നിവർക്ക് വേണ്ടി ണമേ എന്ന ദൈവസ്നേഹമായി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പഠന വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ്യ ലേഖനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതിയതിൽ ഉൾപ്പെട്ട ഒരു ലേഖനമാണല്ലോ എഫേസ്യ ലേഖനം. തൻ്റെ 1ാം മിഷനറി യാത്രയിൽ 3 വർഷത്തോളം രാപ്പകൽ കണ്ണുനീരൊഴുക്കി ബുദ്ധി ഉപദേശിച്ച് പറഞ്ഞുകൊടുത്ത് സ്ഥാപിച്ച് എടുത്ത ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയേണ്ടതിന് തൻ്റെ അസാന്നിധ്യത്തിലും താൻ ആത്മനിയോഗത്താൽ ലേഖനങ്ങൾ എഴുതി അവരെ പ്രബോധിപ്പിച്ച് ക്രിസ്തുവിൽ നിലനിർത്താൻ വേണ്ടി എഴുതിയ ലേഖനമാണ് എഫേസ്യ ലേഖനം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നത് വിലയ്ക്ക് വാങ്ങിയ ആത്മനാഥനു വേണ്ടി, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങി ആത്മനാഥനു വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവസഭയുടെ ആത്മീയ വളർച്ച എന്നുള്ള ലക്ഷ്യത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വളർച്ച എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുവാനിടയായി തീർന്ന്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനിടയായിത്തീരുന്നുണ്ട്. ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന് മുമ്പിലുള്ള എപ്പിസോഡുകളിൽ, ക്ലാസ്സുകളിലൊക്കെ പുറമേ നിന്നുള്ള ഒരു വീക്ഷണം നമുക്ക് ചെയ്യുവാൻ, പഠിക്കാനൊക്കെ ഇടയായിത്തീർന്നു. എഫേസോസ് പട്ടണം എന്താണ്, എഫേസോസ് പട്ടണത്തിൽ ഒരു സഭ സ്ഥാപിച്ചെടുക്കാൻ അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച വ്യക്തികളാരൊക്കെയാണ്, അതിനുവേണ്ടി അധ്വാനിച്ച വ്യക്തികൾ നിന്ന് ആത്മനിറവിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനെതിരെ പോരാടിയ ശക്തികൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളെ ചിന്തിപ്പാനിടയായി തീർന്നു. നമ്മളിന്ന് ലേഖനത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിൻ്റെ പ്രാരംഭത്തിൽ എൻ്റെ ക്യാപ്ഷൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ വായിച്ച് തുടങ്ങുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ദൈവഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള
വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വാസികളുമായിരിക്കുന്നവർക്ക് എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. താന് വിശ്വാസത്തിൽ കൊണ്ടുവന്ന, വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിയ ദൈവസഭയെ വീണ്ടും ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുക, ക്രിസ്തുവിൻ്റെ സഭയായ തൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ ഒന്നിപ്പിച്ച് നിർത്തുക, ക്രിസ്തുവിൽ ഐക്യതയോടെ മുന്നേറുക എന്ന ലക്ഷ്യത്തോടെ എഴുതി പ്രബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ മുഖവരയായി, അതിൻ്റെ ഇൻട്രൊഡക്ഷനായി അവരെ അതിസംബോധമാണ് ഞാനിവിടെ വായിക്കുന്നത്. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്, നമുക്കതേക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്കത് പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അല്പമായി വിശദമായി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എഫേസോസ് എന്നത് ഒരു സ്തോത്രം ദൈവത്തിൻ്റെ സ്നേഹം അറിയാത്ത, ദൈവസാന്നിധ്യം അറിയാത്ത, യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു പട്ടണമായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ ക്ലാസ്സിൽ പഠിച്ചു. സ്തോത്രം. റോമാ സാമ്രാജ്യത്തിലെ ചിറ്റാർസ്യ പ്രവിശ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന എഫേസോസ് പട്ടണത്തിൽ അറിയപ്പെടുന്ന ഒരു അർത്തമിസ് ദേവിയുടെ ഒരു വലിയ രംഗസ്ഥലവും ഒക്കെ നമുക്ക് കാണാനിടയായിട്ട് നമ്മളത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അവിടെ ഒരു മൃഗയുദ്ധത്തിന് തുല്യമായ കഴിച്ചാണ് സ്ഥാപിച്ചെടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഒരു വേരോട്ടം ആ ദേശത്തുണ്ടാകുവാൻ ഇടയായിത്തീർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആയിരുന്ന ദൈവസഭയെ താൻ അതിസംബോധന ചെയ്യുമ്പോൾ, ദൈവസംബോധന ചെയ്യുമ്പോൾ അവരെ അവർക്ക് ഉപയോഗിച്ചിരിക്കുന്ന, എഫേസോസിലുള്ളവർക്ക് 2 ഉപയോഗിച്ചിരിക്കുന്ന, 1 വിശുദ്ധന്മാർ, 2 വിശ്വാസികൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്ത ഇന്ന് ഈ 2 വാക്കിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സമയം പോലെ നമ്മളത് ഇന്ന് പഠിക്കും, ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കാനിടയായിത്തീരട്ടെ. എവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിനോട് ചേർന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് പൗലോസിൻ്റെ ഈ അഭിമുഖത്തിൻ്റെ അല്ലെങ്കിൽ ഈ മുഖവരിയുടെ ഈ അതിസംബോധനയുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നത്. 11-ാമത്തെ, ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. അപ്പം എഫേസോസിലെ വിശ്വാസികൾക്ക് ഒരു മുൻ കാലഘട്ടം, മുൻ ചരിത്രം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മുൻ സ്തോത്രം ജീവിത ശൈലി ഉണ്ടായിരുന്നു, ഒരു മുൻ അനുഭവം ഉണ്ടായിരുന്നു. അതിനെ പൗലോസ് ഇവിടെ ഓർപ്പിക്കുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മുൻപേ പ്രകൃതിയാൽ ജാതികൾ ആയിരുന്നു, ജഡത്തിൽ പരിച്ഛേദന ഏറ്റു, പരിച്ഛേദനക്കാർ എന്ന് വിളിക്കപ്പെട്ടവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ, വീണ്ടും ഓർപ്പിക്കുക, ആദ്യത്തെ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ മുൻപേ എന്നും, ഇപ്പോൾ അക്കാലത്തും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് നിങ്ങളെ വിശ്വാസികളെന്നും വിശുദ്ധന്മാരെന്നും വിളിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു കാലമുണ്ടായിരുന്നു. അന്ന് നിങ്ങളെ വിളിച്ചിരുന്നത് ജാതികളെന്നും പരിച്ഛേദനക്കാർ എന്ന് വിളിക്കപ്പെട്ട യഹൂദന്മാരാൽ അഗ്രചർമ്മികളെന്നും വിളിക്കപ്പെട്ടൊരു മുൻകാലം നിങ്ങൾ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് 12-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. അപ്പം എഫേസോസ് സഭയിലുള്ളവർക്ക്, എഫേസോസിൽ ഇപ്പോൾ ആ സഭയിൽ ഉണ്ടായിരുന്നവർക്ക് ഒരു മുൻകാലം ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിൻ്റെ പ്രത്യാശയില്ലാത്തവരും, ദൈവം ഇല്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഉണ്ടോ? അപ്പം മുൻപേ
ജാതികളായിരുന്ന ക്രിസ്തു ആരാധനയില്ലായിരുന്ന, നിയമങ്ങളില്ലായിരുന്ന, ആരാധനയും ശ്രേഷ്ഠതയും ഇല്ലായിരുന്ന, ദൈവത്തിന് സ്തോത്രം, അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവം ഇല്ലാതിരുന്ന അവരെ പൗലോസ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പേരാണ് സ്തോത്രം വിശുദ്ധന്മാർ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സെക്കുലർ ഫീൽഡിലേക്ക് നോക്കിയാൽ പറഞ്ഞതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. പോട്ടെ, ആത്മീയ ലോകത്തിലേക്ക് നാം നോക്കിയാൽ ദിനംതോറുമുള്ള വാർത്തകളിൽ, അല്ലെങ്കിൽ ദിനംതോറും ഇല്ലെങ്കിൽ പോലും വിശുദ്ധന്മാരാക്കപ്പെടുകയാണ്, വിശുദ്ധന്മാരായി ഉയർത്തി, വാഴ്ത്തപ്പെട്ടവരായി ഉയർത്തി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ സഭയിലെ വ്യക്തികളെ പൗലോസ് വിശുദ്ധന്മാർ എന്ന് വിളിച്ചു. അതിൻ്റെ കാരണമെന്ത്? നമുക്കിന്ന് അതേക്കുറിച്ച് അല്പസമയം പഠിക്കാനിടയായി തീരട്ടെ. ദൈവത്തിന് എങ്ങനെയാണ് ഒരുവൻ വിശുദ്ധനായിത്തീരുന്നത്? ഒരുവനെ വിശുദ്ധൻ എന്ന് എങ്ങനെ വിളിക്കാം? ഒരുവനെ വിശ്വാസി എന്ന് എങ്ങനെ വിളിക്കാം എന്നാണ് നമുക്കിന്ന് അല്പസമയം പഠിക്കാനിടയായിത്തീരുന്നത്. അവരോട് പറയുന്ന അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 1-ാം വാക്യം എഫേസോസിലുള്ള വിശുദ്ധന്മാർക്കും വിശ്വാസികളും ആയവർക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? യേശുവിനെ കൂടാതെയുള്ളവർ വിശുദ്ധന്മാരായത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് അവരെ വിശ്വാസികളെന്ന് വിളിക്കപ്പെട്ടത്? നമുക്കതേക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ സ്തോത്രം ദൈവസഭ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് കാണാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2-ാമത്തെ ഭാഗത്ത് വിശ്വാസികളായവർക്ക് എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, എന്താ വിശുദ്ധന്മാർ പറയപ്പെടുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ എഫേസ്യ ലേഖനത്തിൽ ദൈവസഭയെക്കുറിച്ച് 3 ഭാഗമായിട്ട്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ എടുത്ത് ഓർപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ഓർപ്പിച്ചിരിക്കുന്ന 3 കാര്യങ്ങളാണ്. 1, സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. 2, നമുക്കതേക്കുറിച്ചാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുന്നത്. 2, സഭ എന്നത് സ്തോത്രം ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, അടിസ്ഥാനക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന ഒരു കെട്ടിടത്തിന് തുല്യമാണ് ദൈവസഭയെന്ന് 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ വായിക്കുന്നു. അവനിൽ 22-ാം വാക്യം, അവനിൽ ദൈവത്തിൻ്റെ നിവാസം ആകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നു എന്ന് പറഞ്ഞാൽ, 1 ക്രിസ്തുവിൻ്റെ ശരീരമെന്നും, 2-ാം ഭാഗത്ത് ക്രിസ്തുവിൻ്റെ നിവാസം അല്ലെങ്കിൽ ക്രിസ്തു ഇറങ്ങി വസിക്കുന്ന ഭവനം എന്നും പറഞ്ഞിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ അവസാന ഭാഗത്ത് ദൈവത്തിൻ്റെ സ്തോത്രം 29 മുതൽ സ്തോത്രം 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവസഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി, ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമായി ക്രിസ്തുവിൻ്റെ സഭയെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ ശരീരം. അതിന് നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. വാക്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് മാത്രം, റോമാലേഖനം, കൊരിന്ത് ലേഖനം, എഫേസ്യ ലേഖനം, ഈ ലേഖനങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് എടുത്ത് ഉറപ്പിക്കുന്നുണ്ട് പൗലോസ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് എന്ന് നമുക്ക് ഈ ലേഖനങ്ങൾ പഠിക്കാനിടയായിത്തീരട്ടെ. എഫേസ്യ ലേഖനം 1-23 വാക്യം വായിക്കുന്നു. എല്ലാറ്റിൻ്റെയും മീതെ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന തൻ്റെ സഭയ്ക്ക്, തൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. തൻ്റെ ശരീരമായ സഭ 2-ാം അധ്യായം
16 വാക്യത്തിലും 3:4 വായിക്കുന്നു, 4:13, 4:16. ഈ വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭ എന്നത് തൻ്റെ എന്ന് നമുക്ക് പഠിക്കാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്നുകൂടെ ഒരു വാക്യം, അതിനകത്ത് ഒരു വാക്യം എടുത്ത് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന് 11 വാക്യങ്ങൾ ചിന്താവിഷയം നമുക്ക് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും ന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഉണ്ട്. അവിടെ ഈ പ്രധാന ഉദ്ദേശം, ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയതിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീക വളർച്ചയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ചോദ്യചിഹ്നമായി ഉയരുന്ന ഒരു വാക്കാണ് അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. അപ്പം നെറ്റിൻ്റെ അല്പം പ്രശ്നമുണ്ടായി. ഈ 2 വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം, അല്ലെങ്കിൽ വിശുദ്ധൻ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടെ എന്നാണ്. ആ വാക്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവമക്കൾ വിശുദ്ധന്മാരാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മറുവിലയായി വാങ്ങപ്പെട്ട വിശുദ്ധന്മാരാണ്. അവർ പരിശുദ്ധന്മാരല്ല എന്ന് വാക്യമേ അർത്ഥമുള്ളൂ. നമുക്കതേക്കുറിച്ച് പുറകാലെ ചിന്തിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ഇവിടെ തീരുകയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് ദൈവത്തിന്. എന്താണ് ദൈവസഭ? ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ക്രിസ്തുവിൻ്റെ ശരീരം. 2, ക്രിസ്തുവിന് ഇറങ്ങി വസിക്കുന്ന ഒരു മന്ദിരം. 3, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. ഇത് 3 സഭയ്ക്ക് നിഴലായി എഫേസ്യ ലേഖനത്തിൽ നമുക്ക് പഠിക്കാനിടയായിത്തീരുന്നു. അതുകൂടാതെ ആട്ടിൻകൂട്ടം, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മറ്റ് ലേഖനങ്ങളിൽ നമുക്ക് പഠിക്കാനിടയായി. നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ലല്ലോ. ദൈവത്തിന് എന്താണ് സഭ? ഒരു വ്യക്തി ദൈവസഭയിലേക്ക് വരുമ്പോൾ തൊട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് സഭ എന്നാൽ എന്ത്. സഭ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എക്ലീഷ്യ എന്ന വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. ഇച്ചിരി ആഴമായി പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. ദൈവത്തിന് സ്തോത്രം. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. സ്തോത്രം. എന്താ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞത്? ഒരു വിവാഹം നടക്കുന്നു, ഒരിടത്ത് വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിന് വിളിയുണ്ട്, ഇല്ലേ? ആരെയാണ് വിളിക്കുന്നത്? തങ്ങളുമായി ബന്ധമുള്ള, രക്തമുള്ള ചാർച്ചക്കാർ, അല്ലേ? ബന്ധുമിത്രാദികളെ ഇവരെ വിളിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയാണ്. അപ്പം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഒരു വിവാഹത്തിന് വേണ്ടി അവരെ വിളിക്കുക. ഒരു കൂട്ടമെന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. പുതിയ നിയമസഭയിൽ അതിന് സിന്നഗോഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എക്ലീഷ്യ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ
നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ ഇടയാ. പഴയ നിയമത്തിലും സഭ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കതിലേക്ക് ആഴമായി കടക്കാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വിളിച്ച് വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ഈ 3 ഉപമാന രൂപങ്ങളിലും നമുക്ക് കാണാനിടയായി. എന്തിനാണ് വിളിച്ചത്? നമുക്ക് സഭയിലേക്ക് വരണം. എന്തിനാണ് വിളിച്ചത്? ഒന്ന്, തൻ്റെ ശരീരമായി വസിക്കാൻ. ക്രിസ്തു എന്ന തലയുടെ ശരീരമായി വസിക്കാനാണ് ദൈവം തൻ്റെ സഭയെ വിളിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്, ദൈവം ഇറങ്ങി വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിവാസമാകേണ്ടതിന് ദൈവം വിളിച്ചു. ദൈവത്തിന് സ്വന്തം തൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന, ദൈവാത്മാവ് ഇറങ്ങി വസിക്കുന്ന, ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ഒരു നിവാസമാകേണ്ടതിന്, ഒരു മന്ദിരമാകേണ്ടതിന് ദൈവം വിളിപ്പാനിടയായി തീർന്നു. 3, തൻ്റെ മണവാട്ടി സഭയായി തീരേണ്ടതിന് താൻ വിളിപ്പാനിടയായി തീർന്നു. നാം അതേക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നുണ്ട്. നാം അവൻ്റെ സന്നിധിയിൽ സ്തോത്രം എഫെസ്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാത്ത സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ അവൻ്റെ മുൻപാകെ അവൻ്റെ മണവാട്ടി സഭയായി നിർത്തേണ്ടതിന് കർത്താവ് സ്തോത്രം സഭയെ വിളിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മൾ സഭ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ സഭയെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. സഭയുടെ ആസ്ഥാനം എവിടെ ആയിരിക്കണം? സഭയ്ക്ക് എല്ലാവർക്കും സഭ തുടങ്ങാൻ അവകാശമുണ്ടോ? എന്താണ് സഭയുടെ പിതാക്കന്മാർ, പാരമ്പര്യം, സഭയുടെ ഗൗരവം, സഭയുടെ യാത്ര, ഭൂമിയിലെ വാസം, ഇതേക്കുറിച്ചൊക്കെ ഒത്തിരി സംശയങ്ങളും ഒത്തിരി പരസ്യമായുള്ള സ്തോത്രം പബ്ലിക്കായിട്ടുള്ള വിവരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് സഭ എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പം ഏത് വിഷയമായിക്കോട്ടെ, സഭയായിക്കോട്ടെ, വിശുദ്ധന്മാരെന്ന് വിഷയമായിക്കോട്ടെ, വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരുന്ന വിഷയമായിക്കോട്ടെ, സ്വർഗത്തെക്കുറിച്ചുള്ള വിഷയമായിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ടിരുന്ന വിഷയത്തെക്കുറിച്ചായിക്കൊള്ളട്ടെ, മരണത്തെക്കുറിച്ചുള്ള വിഷയം, ഉയർപ്പെന്ന വിഷയം, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പം പ്രധാനമായി 3 കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനമായി നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് പഠിക്കണം. പുതിയ നിയമസഭയ്ക്ക് ഏതൊരു വിഷയവും സ്ഥാപിക്കണമെങ്കിൽ പരമപ്രധാനമായ വിഷയം യേശു ക്രിസ്തു സഭയുടെ നാഥനായിരിക്കുന്ന, സഭയെ പണിതുകൊണ്ടിരിക്കുന്ന നാഥനായിരിക്കുന്ന, അല്ലെങ്കിൽ സഭയെ മറുവില കൊടുത്ത് തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്ന യേശു ക്രിസ്തു അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ വിശ്വസിക്കണം. സഭ എന്നത് യേശു ക്രിസ്തുവിൻ്റെതാണ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 16:16, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ യേശു ക്രിസ്തുവിൻ്റെ സഭയാണ്. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്വം യേശു ക്രിസ്തുവിനായതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനകത്തോ തൻ്റെ പഠിപ്പിക്കലിനകത്തോ ഈ വിഷയമുണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ മാത്രമേ നാം ആ വിഷയം എടുക്കാവൂ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, സഭ യേശു ക്രിസ്തുവിൻ്റെതാണ്. 2, സഭ ദൈവത്തിൻ്റെതാണ്. അപ്പോസ്തലപ്രവൃത്തി 20:28 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഉണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 20:28 വായിക്കുന്നത് യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. അപ്പം സഭ ക്രിസ്തുവിൻ്റെ സഭയാണ്, സഭ ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 3:15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള
ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. സഭ അപ്പൊല്ലോസിൻ്റെതല്ല, വാക്സാമർത്ഥ്യമുള്ളവൻ്റേതല്ല സഭ. സഭ പൗലോസിൻ്റേതല്ല, സഭ അക്കില്ലാസിൻ്റെയോ പ്രിസ്കില്ലയുടെയോ അല്ല. ദൈവത്തിന് സ്തോത്രം. സഭ ഇസ്രയേലിലെ അല്ലെങ്കിൽ എഫോസോസിലെ മൂപ്പന്മാരുടേത് അല്ല, വാക്സാമർത്ഥ്യമുള്ളവൻ്റേതോ ദർശനം പ്രാപിച്ച പൗലോസിൻ്റേതോ അക്കില്ലാസിൻ്റെ പ്രിസ്കില്ലയുടെയോ അല്ല ദൈവസഭ. ദൈവസഭ ദൈവത്തിൻ്റെതാ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്തി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം 1 കൊരിന്തി 6-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നത് ആത്മാവിൻ്റെ നിവാസമാണ് ദൈവസഭ. അങ്ങനെയാണെങ്കിൽ സഭ യേശുക്രിസ്തുവിൻ്റെതാണ്, സഭ ദൈവത്തിൻ്റെ സഭയാണ്. നമ്മെ സ്തോത്രം. സഭ പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതുകൊണ്ട് ദൈവസഭയുടെ ഉപദേശം, ദൈവസഭയുടെ ഈ യാത്ര, അത് ഭൗതികമായാലും ആത്മീയമായാലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1, അതിൻ്റെ ഉടമസ്ഥനായ, അതിനുവേണ്ടി ജീവനെ കൊടുത്ത, അതിനുവേണ്ടി രക്തമൂറ്റിക്കൊടുത്ത, ജീവൻ മറുവിലയായി ദൈവത്തിന് കൊടുത്ത യേശു ക്രിസ്തു അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എങ്കിൽ നമുക്കതിനെ സ്ഥാപിക്കാം. അതാണ് പെന്തക്കോസ്ത് ഉപദേശത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചന ഉപദേശത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന ഈ ഫേസ്ബുക്ക് ഈ പഠന പരമ്പരയിലൂടെ കേൾക്കുന്ന ദൈവസഭയുടെ അല്ലെങ്കിൽ വ്യക്തികളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാവരും ദൈവസഭയിലെ അംഗങ്ങളല്ല. എല്ലാവരും പറയുന്നത് പോലെ ഒരു സംഘടനയല്ല ദൈവസഭ. നമുക്കതേക്കുറിച്ച് താഴോട്ട് പഠിച്ചു വരുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കാം. സഭ ദൈവത്തിൻ്റെ സഭയാണ്. അതിനകത്ത് വ്യക്തികൾക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയത്തില്ല. അതിൻ്റെ ഉപദേശകൻ ദൈവമാണ്, അതിൻ്റെ ഉപദേശകൻ യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉപദേശം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സഭ ദൈവത്തിൻ്റേതും യേശുക്രിസ്തുവിൻ്റേതും പരിശുദ്ധാത്മാവിൻ്റെയും ആയതുകൊണ്ട് അവൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ഉത്തരവാദിത്വവും ദൈവത്തിനും യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും ആയതുകൊണ്ട് ത്രിയേക ദൈവം ദൈവസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ മാത്രമേ നാം ഉപദേശമായി എടുക്കാൻ അനുവാദമുള്ളൂ. ആമേൻ, സ്തോത്രം. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ഗലത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി. 1-ാം അധ്യായം ഗലാത്യ ലേഖനം 1-ാം അധ്യായം ഗലാത്യ ലേഖനത്തെക്കുറിച്ച് സാങ്കോഷി അവരുകൾ തിങ്കളാഴ്ച തോറും ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. താൻ അതേക്കുറിച്ചൊക്കെ ആ ഭാഗങ്ങൾ ഓർപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എഴുതി, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സഭയ്ക്ക് അകത്തുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട, സഭയ്ക്ക് പുറത്തുള്ളവരല്ല ശപിക്കപ്പെട്ടത്. സഭയുടെ പഠിപ്പിക്കലുകളെ അംഗീകരിക്കാത്തവരല്ല ശപിക്കപ്പെട്ടവർ. ദൈവം തൻ്റെ ആത്മാവിനാലും നിയോഗത്താലും വീണ്ടെടുത്ത, മുൻപോട്ട് നടത്തുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്തോത്രം ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത ഉപദേശത്തിൽ നിലനിൽക്കുന്നവരാണ് ദൈവസഭ. സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു, വിശ്വസിച്ച യഹൂദന്മാരോട് പറയാം, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, അതെ, ഒരു ഉപദേശം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം അത് അംഗീകരിക്കാൻ പാടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അതാണ് കാണുന്നത്. നാം ഒരു ഉപദേശം സ്വീകരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വചനം, യേശുക്രിസ്തു അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവസഭയിലെ അംഗങ്ങൾ വിശ്വസിക്കേണ്ടത്, അംഗീകരിക്കേണ്ട ഉപദേശം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഒന്ന്, യേശു പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. രണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. സഭയെക്കുറിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ കാതോലികമാണ് എന്നാണ് നമ്മെ സ്തോത്രം ഹല്ലേലൂയ ഒരു കൺസെപ്റ്റ് സഭയെക്കുറിച്ചുള്ളത്. അതെ, ഞാനും അത് വിശ്വസിക്കുന്നു. സഭ ഏകമാണ്. നമുക്കതേക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. സഭ ഏകമാണ്, സഭ ശ്ലൈഹികമാണ്, സ്ത്രീകന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയെ അപ്പോസ്തലന്മാരാൽ പരിപോഷിപ്പിക്കപ്പെട്ടതാണ് ദൈവസഭ. അതുകൊണ്ട് രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, സഭ എന്നത് സ്തോത്രം അല്ലെങ്കിൽ സഭയുടെ ഉപദേശം എന്നത് ശിഷ്യന്മാർ, സ്ലീഹന്മാർ പറഞ്ഞ് എഴുതി പ്രബോധിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം, അന്വേഷിക്കണം. ഏത് ഉപദേശം സ്ഥാപിക്കാനും, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും സ്തോത്രം ഹല്ലേലൂയ വിശുദ്ധീകരണത്തെക്കുറിച്ചും കൈവെപ്പിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഏത് വിഷയം ആയിക്കൊള്ളട്ടെ, അത് സ്ലീഹന്മാർ ലേഖനങ്ങളിലൂടെ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അതിനെ ദൈവസഭയുടെ ഉപദേശമായി അംഗീകരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവസഭയിലെ അംഗങ്ങളാണോ ഇല്ലയോ എന്ന് നാം അന്വേഷിക്കേണ്ടത്. ദൈവസഭയെ പഠിച്ചു വരുമ്പം നമ്മെ അതേക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുമെങ്കിലും ഞാൻ എടുത്ത് ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം ഇങ്ങനെയാണ്: രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് സഭ. അപ്പം രക്ഷയെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? അപ്പോസ്തലന്മാർ എന്താണ് അല്ലെങ്കിൽ പ്രസംഗിച്ചത്? 3 അപ്പോസ്തലന്മാർ ലേഖനങ്ങളിലൂടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം സഭ എന്നത് ജനിച്ച് വളർന്ന ഒരു കൂട്ടമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ദൈവസഭ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭയെങ്കിൽ ആ രക്ഷിക്കപ്പെട്ടവരെ സഭയെ ചേർക്കുന്നത് കർത്താവായതുകൊണ്ട് ദൈവസഭയെ അംഗങ്ങളാക്കാൻ ഇവിടുത്തെ പാസ്റ്റർക്ക് അനുവാദമില്ല, വിശ്വാസിക്ക് അനുവാദമില്ല, ഐമേനിക്കോ തിരുമേനിക്കോ സഭാനാഥന്മാർക്കോ മറ്റാർക്കും അനുവാദമില്ല. സഭയിലെ അംഗങ്ങളാക്കുന്നത് യേശുക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വാക്യം ഒന്ന് സ്തോത്രം, ഞാൻ ആ വാക്യം വായിക്കാൻ സമയമില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇതര മാധ്യമങ്ങളിലൂടെ സഭ ഏതാണ്, എവിടുത്തെ കൈപ്പയപ്പാണ് ശരി, പ്രാദേശിക സഭയാണോ വിദേശ സഭയാണോ ശരി എന്നുള്ള തർക്കങ്ങളും വാദങ്ങളും ഒക്കെ അതിശക്തമായി നമ്മുടെ മുമ്പിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, സഭ വ്യക്തികളുടെ അല്ല. സ്തോത്രം. അത് സ്തോത്രം ഹല്ലേലൂയ പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെതല്ല, ഒരു പ്രത്യേക വർഗത്തിൻ്റെതല്ല. സഭ ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ സഭയായതുകൊണ്ട് യേശുക്രിസ്തു അതിനുവേണ്ടി രക്തം കൊടുത്ത മറുവിലയായി വിലയ്ക്ക് വാങ്ങിയതായതുകൊണ്ട് ഈ സഭയിൽ ചേർക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെ
മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് കൈവപ്പ് ലഭിച്ച് എന്തൊക്കെയോ പ്രത്യേക പ്രോസസ്സിലൂടെ കടന്നു വന്നവരുടെ ഒരു കൂട്ടം അല്ല ദൈവസഭ. ദൈവസഭ വിളിച്ച് വേർതിരിക്കപ്പെട്ട പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ദൈവസഭ. അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ്. ഞാൻ വേഗം മുൻപോട്ട് പോകാൻ സമയമായിരിക്കുന്നല്ലോ. ദൈവത്തിന് സഭ ദൈവത്തിൻ്റെതാണ്. അത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം, ആരെയാണ് വിളിച്ചത്? ആരാണ് ഇതിനകത്ത് അംഗങ്ങൾ? അമ്മേ സ്തോത്രം. അതിനകത്ത് ഒത്തിരി സഭകളുണ്ട് അല്ലേ? സുറിയാനി സഭ, അല്ലാത്ത സഭ. അമ്മേ സ്തോത്രം. ലാസർ വി മാത്യു പാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മേ സ്തോത്രം, ഹെഡ് ഓഫീസുകൾ പല സ്ഥലങ്ങളിലുള്ള കുമ്പനാട്ടും തിരുവല്ലായിലും പാക്കിലും അമ്മേ സ്തോത്രം പുനലൂരും. എന്തിനേറെ അമ്മേ സ്തോത്രം, ഇതൊരു പൊതു മാധ്യമമായതുകൊണ്ട് ഞാൻ വിസ്താരഭയത്താൽ അധികം പറയുന്നില്ല. ഇതൊന്നും അല്ല ദൈവസഭ. ഇതെല്ലാം ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്നുകൊണ്ട് ഒരു ആരാധിക്കാൻ വേണ്ടി അമേശ്വരം ദൈവം ഒരു കൂട്ടിക്കൊടുത്ത ഒരു പ്രാദേശിക സഭകളുടെ ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയാണ് ഇതെല്ലാം. അതിനകത്ത് നിന്നുകൊണ്ട് ഒന്നിച്ച് കൂട്ടായ്മ കൂടാനും ആരാധിക്കാനും പരസ്പരം കൈത്താങ്ങൽ കൊടുക്കാനും സാമ്പത്തികമായി സഹായിക്കാനും പരസ്പരം നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ രൂപപ്പെടുത്തിയെടുത്ത അമിഷ്ടോത്രം സഭകളുടെ ഒരു കൂട്ടമാണ് സംഘടനകൾ. അത് നല്ലതാണ്, അത് ആവശ്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെയാണ് കർത്താവ് സഭയിൽ അംഗങ്ങളാക്കിയത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് വായിച്ച വാക്യം അതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് കിടക്കാൻ നമുക്ക് സമയമില്ലല്ലോ. 2 സ്തോത്രം വാക്യങ്ങളാണ് നമുക്ക് അതേക്കുറിച്ച് വായിപ്പാനിടയായിത്തീരേണ്ടത്. ലോകത്തിൽ സ്തോത്രം 2 വിഭാഗമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് വരെ 2 വിഭാഗമായിട്ടാണ് ദൈവം മനുഷ്യനെ കണ്ടിരുന്നത്. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ മുമ്പേ വായിച്ച വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ മുമ്പേ വായിച്ചിരുന്നു. മുൻപേ നിങ്ങൾ ദൈവത്തെ കൂടാതെയുള്ളവരും ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് നമ്മൾ വായിപ്പാനിടയായി തീർന്നു. അമിശ്രോത്രം ഒരു ഗ്രൂപ്പ്, അതിനെ വിളിക്കുന്ന പേര് ജാതികളെന്നോ യവനന്മാരെന്നോ ഒക്കെ ഉണ്ട്. പൗലോസ് അതേക്കുറിച്ച് യവനന്മാരെന്നോ യഹൂദന്മാരെന്നൊക്കെ പറയുന്നുണ്ട്. അവരെ ജാതികളെന്ന് വിളിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ അങ്ങനെയാണ് വേദപുസ്തകം നമ്മെ കാണുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു എഫെസോസ് സഭ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം എല്ലാവരും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു. യഹൂദന്മാരൊഴികെ എല്ലാവരും ആ ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവരെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് ചേർത്തതാണ്, വിളിച്ച് വേർതിരിച്ച് ഒന്നിച്ച് കൂട്ടിയവരെയാണ് ദൈവസഭയെന്ന് വിളിക്കുന്നത്. ദൈവത്തിന് അങ്ങനെയെങ്കിൽ റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കണം. നമ്മൾ ഈ വാക്യം വായിച്ചു. 2 ഗ്രൂപ്പാണ് സ്തോത്രം. അത് 2-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്ന ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പം നമ്മൾ ഈ 2 പക്ഷം ഏതായിരുന്നു? ദൈവസഭയ്ക്കകത്തുള്ള പക്ഷമല്ല. ഇപ്പോൾ ഒത്തിരി പക്ഷമുണ്ടല്ലോ നമ്മൾ ദൈവസഭയ്ക്കകത്തും. ഞാൻ എന്താ പറഞ്ഞാൽ വിസ്താരമായി തല കൊണ്ട് കിടക്കുന്നില്ല. ഒത്തിരി പക്ഷങ്ങളാണ്. യഥാർത്ഥ സഭ ഏതാണ്? യഥാർത്ഥ സ്തോത്രം പക്ഷം ഏതാണ്? യഥാർത്ഥ കക്ഷി ഏതാണ്? എവിടെ നിന്നുള്ളവർക്കാണ് യഥാർത്ഥ സ്തോത്രം കൈവപ്പുള്ളത്? ഇതൊന്നും സഭയ്ക്കകത്തെ പക്ഷമല്ല, സഭയ്ക്ക് പുറത്തുള്ള പക്ഷമാണ്. സഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന അനുഭവമാണ് 2 പക്ഷം എന്നെഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ടുണ്ട് ഇരുപക്ഷത്തെയും അവൻ ഒന്നാക്കി എന്ന് വായിക്കുന്നു. നമുക്ക് ആ ഭാഗത്തേക്ക് പുറകാലെ വരണം. ഏതാണ് ഈ 2 പക്ഷം? അതിൽ ഒരു പക്ഷത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. സ്തോത്രം 2:11. 2-ാം അധ്യായം 11-ാം വാക്യം. മുൻപേ ജാതികളായിരുന്നവർ അല്ലേ,
ദൈവത്തിന് സ്തോത്രം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ എന്ന് പറഞ്ഞാൽ ജാതികൾ അല്ലെങ്കിൽ യവനന്മാർ എന്നറിയപ്പെട്ട ഒരു കൂട്ടം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണെന്ന് നമ്മൾ റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യം: അവർ ഇസ്രായേല്യർ പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നവർ. പിതാക്കന്മാരും അവർക്കുള്ളവർ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. 2 ഭാഗത്തെക്കുറിച്ചാണ്, 2 പക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ക്രിസ്തു ഉള്ളവർ, ക്രിസ്തു ജനിച്ചവർ, ദൈവ ന്യായപ്രമാണമുള്ളവർ, ആരാധനയുള്ളവർ, സ്തോത്രം, വാഗ്ദത്തമുള്ളവർ, നിയമങ്ങളുള്ളവർ, എല്ലാം ഉള്ളവർ. എന്നാൽ രണ്ടാമത്തെ പക്ഷത്തെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവില്ലാത്തവർ, എഫേസ്യർ 2:12. ക്രിസ്തുവില്ലാത്തവർ, നിയമങ്ങൾക്ക് അന്യർ, പ്രത്യാശയില്ലാത്തവർ. ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, ഇവരെ ഒന്നാക്കണം, അല്ലേ? ഇവരെ ഒന്നാക്കണം. അതിൻ്റെ എഫേസ്യ ലേഖനത്തിൽ വാക്യം വായിച്ച് സ്തോത്രം നമുക്ക് വായിക്കുന്ന ഇങ്ങനെയാണ്: ഇവർ രണ്ടാക്കി നിർത്താനുള്ള കാരണം എന്താ? ജാതികളെന്നും യഹൂദനെന്നും പറഞ്ഞ് മനുഷ്യനെ രണ്ടാക്കി നിർത്തിയതിൻ്റെ കാരണം എന്താ? 14-ാം വാക്യം: ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി. ദൈവമുള്ളവർക്കുള്ള പ്രമാണമാണ് അവരെ ദൈവമുള്ളവരെന്നും ഇല്ലാത്തവരെന്നും രണ്ടാക്കി മാറ്റുന്നത്. നമുക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിക്കണം. ന്യായപ്രമാണത്തെക്കുറിച്ചും ഒത്തിരി പഠനങ്ങളും ചിന്തകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ വായിക്കുന്നു, ആ ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ. ന്യായപ്രമാണം വായിക്കുമ്പോൾ മനസ്സിലാവും, യഹൂദനാണ് യഥാർത്ഥ ദൈവോയിതൽ, ഒരു ദൈവം ഉള്ള മക്കൾ. മറ്റുള്ളവരെല്ലാം ജാതികളാണ്, അവർക്ക് ദൈവവുമായി ബന്ധമില്ല. ആ ന്യായപ്രമാണത്തെ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച് നീക്കുകയാണ്. ആ പ്രമാണത്തെ, ന്യായപ്രമാണമെന്ന ശത്രുത്വം, ന്യായപ്രമാണം ഇടയ്ക്ക് നിൽക്കുക, പ്രമാണം ഇടയ്ക്ക് നിൽക്കുക. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം എന്ന പ്രമാണം ഇടയ്ക്ക് നിൽക്കുന്നു. നമുക്ക് വേറൊരു എപ്പിസോഡ് മുഴുവൻ ഈ ന്യായപ്രമാണത്തെക്കുറിച്ചും അതിൻ്റെ നീക്കിയതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അത് പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കളെ വ്യക്തമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ന്യായപ്രമാണം. ഇന്ന് അതിൻ്റെ വിഷയം, ഇന്നതിൻ്റെ ഗൗരവം, ഇന്നതിൻ്റെ മൂല്യം എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ന്യായപ്രമാണം നടുക്ക് നിൽക്കുക. യഹൂദനെയും യവനനെയും രണ്ടാക്കി നിർത്തി ന്യായപ്രമാണം അവിടെ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. അതിനെ തൻ്റെ ജഡത്താൽ നീക്കി എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുന്നത് 2 പക്ഷം. 1-ാം പക്ഷം നമ്മൾ വായിച്ചു, റോമാലേഖനം 9-ാം അധ്യായം 4-5 വാക്യം. 2-ാം പക്ഷം നമ്മൾ വായിച്ചു, ദൈവത്തിന് സ്തോത്രം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അങ്ങനെ ഈ 2 പക്ഷത്തെയും കർത്താവ് ന്യായപ്രമാണമെന്ന ശത്രുത്വത്തെ നീക്കിയെന്ന. അത് ചുമ്മാതെ നീങ്ങില്ല. കാര്യം അത് വെച്ചത് ദൈവമാണ്. ന്യായപ്രമാണം വെച്ചത് ദൈവമാണ്. അത് ചുമ്മാ നീങ്ങില്ല. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം എന്ന പ്രമാണം എന്താ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ചെയ്തേ പറ്റൂ. ന്യായപ്രമാണം പ്രമാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവൻ പാപിയാണ്, ഒരു ദൈവവുമായി ബന്ധമില്ല. അപ്പം ദൈവം വെച്ചൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ, ന്യായപ്രമാണം ചുമ്മാതെ മാറുകയില്ല, ചുമ്മാതെ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ മാറി? ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു. നമുക്കതേക്കുറിച്ച് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മളതേക്കുറിച്ച് വിശദമായി ഒരു എപ്പിസോഡിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവൻ്റെ 2-ാം വാക്യം: ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അല്ലേ? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെ:
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന്. അപ്പം ന്യായപ്രമാണം തന്നെ മാറുകയില്ല. ന്യായപ്രമാണം ദൈവം വെച്ചൊരു വ്യവസ്ഥയാണ്. മനുഷ്യൻ പാപിയായിത്തീർന്നു. ഏതേനിൽ ആദാമ്യ പാപം നിമിത്തം മനുഷ്യൻ പാപിയായിത്തീർന്നു. ആ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം കൊടുത്തൊരു പ്രമാണമാണ് ന്യായപ്രമാണം. അത് പ്രമാണിക്കാതെ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് ന്യായപ്രമാണം മാറില്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, മനുഷ്യൻ്റെ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണം പ്രമാണിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും കഴിയത്തില്ല. മനുഷ്യൻ ജഡത്തിൽ വസിക്കുക. ന്യായപ്രമാണത്തിൻ്റെ പ്രമാണം അത് മുഴുവനും പ്രമാണിക്കാൻ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം കഴിയത്തില്ല. ഒരുത്തൻ വാക്കി തെറ്റിയാൽ മറ്റൊരു പ്രവൃത്തിയിൽ തെറ്റും. ന്യായപ്രമാണം മുഴുവനും ആചരിച്ചാൽ ഒന്നിൽ തെറ്റിയാൽ മൊത്തത്തിലും തെറ്റും. കാരണം ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് ന്യായപ്രമാണം പ്രമാണിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. കാര്യം ജഡത്തിൻ്റെ ബലഹീനത. അതിനെ നിവർത്തിച്ച് നീക്കാനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. ദൈവം വെച്ച പ്രമാണം യേശുക്രിസ്തു എടുത്തു കളയല്ലായിരുന്നു. ന്യായപ്രമാണം യേശുക്രിസ്തു എടുത്തു കളയല്ലായിരുന്നു. ന്യായപ്രമാണം എന്ന ദൈവപ്രമാണം യേശുക്രിസ്തു നിവർത്തിച്ച് നീക്കി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ അവസാനത്തെ മൊഴി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങുന്ന ആ 7 മൊഴികളിൽ അവസാനത്തെ മൊഴി നിവൃത്തിയായി. അതെ, ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആദാമ്യ പാപം നിമിത്തം അകന്നുപോയ മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിക്കേണ്ടതിന് വെച്ച, നീതിമാനായ ദൈവം വെച്ച ആ പ്രമാണം മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം കാമസ്തോത്രം അത് പ്രമാണിക്കാൻ കഴിയാതെ അവൻ പുറകോട്ട് മാറിയപ്പോൾ, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അത് നിവർത്തിച്ച് ആ പ്രമാണത്തെ മാറ്റുകയാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യം വായിച്ച് കേൾപ്പിക്കണം എന്നെനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രമില്ലേ ലൂയ, അവൻ സ്തോത്രമില്ലേ ലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് സ്തോത്രമില്ലേ ലൂയ. എല്ലാവരെയും പാപത്തിൻ്റെ കീഴിൽ അടച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ, ദൈവത്തിന് സ്തോത്രമില്ലേ ലൂയ, രക്ഷിക്കപ്പെടേണ്ടതിന്, എല്ലാവരെയും ഒരുപോലെ വീണ്ടെടുക്കേണ്ടതിന് എല്ലാവരെയും പാപത്തിൻ്റെ കീഴിൽ അവൻ അടച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെ, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പാപികളാക്കി കാര്യം എല്ലാവരും ഒരുപോലെ വീണ്ടെടുക്കാൻ 2 പക്ഷമുണ്ടായിരുന്നു. ഒന്ന് യഹൂദൻ, എന്ന് യവനൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവരെ 2 പേരെ, ഈ ന്യായപ്രമാണം ഇവരെ യഹൂദന്മാരെന്നും യവനന്മാരെന്നും 2ആയിട്ട് തിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രമില്ലേലൂയ, ഈ വേർപാടിൻ്റെ നടിച്ചുവർ, ദൈവത്തിന് സ്തോത്രം, ന്യായപ്രമാണമെന്ന മതിൽ കൊണ്ട് 2ആക്കി നിർത്തിയിരിക്കുന്ന ഈ വേർപാടിൻ്റെ നടിച്ചുവർ യേശുക്രിസ്തു ഇടിച്ചെന്നാണ്. അതെവിടെ നടന്നേ? കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ മറുവിലയായി നൽകിയപ്പോൾ ആ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ വെച്ച പ്രമാണം ഞാൻ മാറ്റത്തില്ല, ഇല്ലെങ്കിൽ മനുഷ്യനത് നിവർത്തിക്കണം. മനുഷ്യൻ നിവർത്തിക്കാതെ, ദൈവത്തിന് സ്തോത്രം, മനുഷ്യൻ ആ പ്രമാണം പ്രമാണിക്കാതെ, അമ്മേ സ്തോത്രം, ഞാൻ അതിനെ പിൻവലിക്കുകയില്ല. അവന് നിത്യതയിലേക്ക് പ്രവേശനമില്ല. ഏദൻ തോട്ടത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സ്തോത്രം, ജീവവൃക്ഷത്തിലേക്കുള്ള ഫലം കൈനീട്ടി പറിക്കാതിരിക്കേണ്ടതിന്, അമ്മേ സ്തോത്രം, തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി ദൂതന്മാരെ നിർത്തി. ഇല്ല, മനുഷ്യന് ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാതെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തിയിരിക്കുന്ന, അതിന് മാറ്റം വരുത്തിയിട്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കാൻ യേശുക്രിസ്തു അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് സ്തുതിക്കുന്നു. എങ്ങനെ വിലയ്ക്ക് വാങ്ങിയേ? ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
താൻ എന്താ യേശു ക്രിസ്തു ചെയ്തത്? ന്യായപ്രമാണം പ്രമാണിക്കണം. എവിടെ വെച്ചത് സംഭവിച്ചു? ദൈവം വെച്ച നീതിയുണ്ട്, ദൈവത്തിന് സ്തോത്രം, ദൈവം വെച്ചൊരു വ്യവസ്ഥയുണ്ട്. അവനത് മുഴുവനും പ്രമാണിച്ചിട്ട് പ്രമാണിക്കാത്ത മനുഷ്യവർഗത്തെ നീതിമാനായ പ്രമാണിച്ച ന്യായപ്രമാണം പ്രമാണിച്ച യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങുകയാണ്. അല്ലേ? നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നീതി ചെയ്യുന്നവൻ എന്ന് ആണെങ്കിൽ പോലും സ്തോത്രം, പുതിയ നിയമ സഭയുടെ കാഴ്ചപ്പാട് അനുസരിച്ച്, പഠനം അനുസരിച്ച് നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നീതീകരിക്കപ്പെട്ടവനെന്നാണ്. റോമാലേഖനം മുഴുവൻ നമ്മളെ അത് പഠിപ്പിക്കുന്നു. ഇവൻ നീതിമാനായി ഞാൻ പ്രഖ്യാപിച്ചു. നീതിമാനായതുകൊണ്ട് പൗലോസ് പറയുന്നിങ്ങനെയല്ല, ഞാൻ നീതിമാനായതുകൊണ്ടല്ല, അവനെന്നെ നീതീകരിച്ചു. റോമാലേഖനം 5-ാം അധ്യായം ഇങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. അവനെ നീതിമാനായി പ്രഖ്യാപിക്കുക, അവനെ പ്രൊക്ലൈം ചെയ്യുക. ഇവൻ നീതിമാനാണ്. ദൈവം അതെങ്ങനെയാണ് സംഭവിച്ചത്? സ്തോത്രം, ഹല്ലേലൂയ. നീതിമാനായ യേശു ക്രിസ്തു തന്നായ പ്രമാണം പ്രമാണിച്ച് നീതിമാനായി തീർന്ന് ദൈവത്തിൻ്റെ പ്രമാണം സ്തോത്രം അംഗീകരിച്ചിട്ട് സ്തോത്രം മറ്റ് മനുഷ്യർക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? അവരെ നീതിമാനായ യേശു ക്രിസ്തു അവരെ വിലയ്ക്ക് വാങ്ങി. എന്ത് കൊടുക്കണം? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവനെ വിലയ്ക്ക് വാങ്ങണമെങ്കിൽ എന്ത് വില കൊടുക്കണം? നീ ആർക്കാ വില കൊടുക്കണ്ടേ? മനുഷ്യൻ മുഴുവൻ പാപിയായിത്തീർന്നില്ലേ? പാപം ചെയ്തവൻ പിശാചിൻ്റെ മകനെന്ന് വായിക്കുന്നു. അപ്പം പാപം ചെയ്തവൻ പിശാചിൻ്റെ അടിമയായി തീർന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, മനുഷ്യൻ പാപിയായിത്തീർന്നാൽ അവൻ പിശാചിൻ്റെ ദാസനായി. അങ്ങനെയാണെങ്കിൽ മറുവില കൊടുക്കേണ്ടത് ആർക്കാ? ദൈവത്തിന് സ്തോത്രം. പിശാചിന് കൊടുത്തേച്ചാണോ യേശു ക്രിസ്തു വാങ്ങിയത്? അല്ല, പിശാച് വില കൊടുത്ത് മേടിച്ചതല്ല. പാപം ചെയ്തപ്പോൾ ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ അന്യനായി തീർന്ന മനുഷ്യനെ പിശാച് പിടിച്ച് അടിമയാക്കിയതാണ്. നാഥനില്ലാതെ പോയതുകൊണ്ട്, ആളില്ലാതെ പോയതുകൊണ്ട്, വഴിയെ അലഞ്ഞു നടന്നതുകൊണ്ട്, ദൈവമില്ലാത്തവരായിരുന്നത് കൊണ്ട്, ചുളുവിന് മനുഷ്യനെ കിട്ടിയതുകൊണ്ട് പിശാച് അവനെ അടിമയാക്കിയതാണ്. അല്ല, പിശാച് വില കൊടുത്ത് മേടിച്ചതല്ല. അല്ല, പിശാചിൻ്റെതല്ലിത്. പിശാച് ആളില്ലാതെ പോയി സ്തോത്രം ദൈവമില്ലാതിരുന്ന, ദൈവവുമായി ബന്ധമില്ലാതെ തിരിഞ്ഞു നടന്ന മനുഷ്യവർഗത്തെ പിശാച് പിടിച്ച് അടിമയാക്കിയതാണ്. അവൻ പാപം ചെയ്തപ്പം പിശാച് അവനെ പിടിച്ച് അടിമയാക്കിയതാണ്. അവന് അവകാശമൊന്നുമില്ല. പക്ഷേ യേശു ക്രിസ്തു ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് വില കൊടുക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അവനെ സ്വന്തമാക്കിക്കോളും. ദൈവത്തിന് സ്വന്തം. സങ്കീർത്തനം 49 ഒരു വാക്യം വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. സമയം അല്പം മുൻപോട്ട് പോയി. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് ആ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 49-ാം സങ്കീർത്തനം 7-8. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അപ്പം മനുഷ്യന് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത് എന്തിനാ? ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത്. ദൈവം വെച്ചൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് പാപിയായി തീർന്ന മനുഷ്യനെ സ്തോത്രം, ഹല്ലേലൂയ, തിരികെ നീതീകരിക്കണമെങ്കിൽ ദൈവം നീതിമാനായതുകൊണ്ട് അതിനെ മറുവില കൊടുക്കണം. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തണം, പാപത്തിന് പരിഹാരം വരുത്തണം, മോചനദ്രവ്യം കൊടുക്കണം, വീണ്ടെടുപ്പിന് മോചനദ്രവ്യം കൊടുക്കണം. നമ്മുടെ ഒരു സഹോദരി വിദേശത്ത് ഗൾഫിൽ കൊലയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുക, കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുക, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുക. ഏകദേശം 70 ലക്ഷത്തോളം രൂപ മോചനദ്രവ്യം കൊടുത്താൽ ഫ്രീ ആയിട്ട് വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോചനദ്രവ്യം കൊടുക്കണം. മോചനദ്രവ്യം കൊടുത്താൽ ഫ്രീ ആയിട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി ജീവനെ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തതിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് ആ വിഷയം. ആർക്കാ വില കൊടുക്കേണ്ടത്? മോചനദ്രവ്യം കൊടുക്കേണ്ടത് ആർക്കാ? ദൈവത്തിന് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? ഒരു മനുഷ്യൻ്റെ വിലയെന്ന് പറയുന്നത് മുഴുലോകത്തേക്കാൾ വിലയാണ്. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്, മനുഷ്യനെ വീണ്ടെടുക്കാൻ, അവന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ ലോകത്തിലെ ധനവാന്മാരുടെ പട്ടിക പഠിക്കുമ്പം എൻ്റെ എളിയ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ അസറ്റുള്ള കോടീശന്മാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. 10 ലക്ഷം കോടിയിലധികം അസറ്റുള്ള സ്തോത്രം ആമസോണിൻ്റെ ചെയർമാൻ ബിൽ ഗേറ്റ്സ്, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ സ്തോത്രം മുകേഷ് അംബാനി പോലും അതിനകത്ത് ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവരുടെ മുഴുവനും സമ്പത്ത്, ലോകത്തിലെ കോടീശന്മാരുടെ മുഴുവനും സമ്പത്ത് മുഴു ലോകവും എഴുതി കൊടുത്താലും മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധിക്കത്തില്ല, അതിന് തുല്യമാകയില്ല. നാം വായിക്കുന്നു, മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ് മനുഷ്യൻ്റെ ആത്മാവ്. അങ്ങനെ ദൈവത്തിന് മോചനദ്രവ്യം കൊടുക്കണമെങ്കിൽ സ്തോത്രം മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കണം എന്നുള്ളെങ്കിൽ നമ്മൾ പഠിക്കുന്നു, പാപം ചെയ്ത ദേഹി മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്, അല്ലേ? ആദാമിനെ ഏതെല്ലാക്കിയിട്ട് പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും, നിന്നെ ശിക്ഷയ്ക്ക് നീ പാത്രഭൂനാകും. ഹല്ലേലൂയ. അതിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, കുലക്കാരിൽ നിന്ന് സ്തോത്രം അവനെ വീണ്ടെടുക്കണമെങ്കിൽ, അവന് മോചനദ്രവ്യം കൊടുക്കണമെങ്കിൽ ഈ ലോകത്തിലെ ഒരു വസ്തുവ കൊണ്ടും സാധ്യമാകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനത്തെ നമ്മൾ വായിച്ചത്, 49 വായിച്ചത്, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ എന്നേക്കും വീണ്ടെടുക്കാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പകരം അവനെ വീണ്ടെടുത്തത് എങ്ങനെയാണെന്ന് നമ്മൾ വായിക്കുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നു. അങ്ങോട്ട് കടക്കുന്നതായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട സമയമായി. സ്തോത്രം. പാപത്തിന് വിധിക്കപ്പെട്ട, ശാപത്തിന് വിധിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ സ്തോത്രം തൻ്റെ ശരീരമെന്ന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശരീരം കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് വേർപാടിൻ്റെ നളിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കേണ്ടതിന്, യവനെന്നും യഹൂദനെന്നും വ്യത്യാസമില്ലാതെ 2 പക്ഷത്തെയും ഒന്നാക്കി തീർക്കേണ്ടതിന് അവൻ മറുവില കൊടുക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വേദോസ്തോത്രത്തിൽ ഒത്തിരി വാക്യം വായിക്കുന്നുണ്ട്. മറുവില എന്ന വാക്ക്, മറുവില കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങളിൽ നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. നമുക്കവിടെ കടക്കാൻ ആഗ്രഹിക്കുന്നത് 1 തിമോഥെയോസ് 2:6, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 20:28, മർക്കോസ് 10:45. ഈ വാക്യങ്ങളൊക്കെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവില കൊടുത്തു. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മെ വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം മറുവിലയായി നൽകാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ട് ഇനി ആ ഭാഗത്തേക്ക് വരുന്ന സമയം കൂടിയില്ലാതെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് ഇനി തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഭയാണല്ലോ വിഷയം. നമുക്കതേക്കുറിച്ച് ഒന്നുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിക്കണം ഒരു വിഷയം. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി, മറുവില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. മോചനദ്രവ്യം കൊടുത്ത്, വീണ്ടെടുപ്പ് വില കൊടുത്ത് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെയാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത്? എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? യേശുക്രിസ്തു നമ്മെ രക്തം മറുവിലയായി കൊടുത്തു എങ്കിൽ മുഴു ലോകവും വീണ്ടെടുക്കപ്പെട്ടവരല്ലേ?
യേശുക്രിസ്തു മരിച്ചത് മുഴു ലോകത്തിനും വേണ്ടിയാ. അങ്ങനെയെങ്കിൽ മുഴു ലോകവും ദൈവമക്കളല്ലേ? മുഴു ലോകവും ദൈവസഭയിലെ അംഗങ്ങളല്ലേ? എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും ദൈവസഭയിലെ അംഗങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ആണോ? ആമേൻ, സ്തോത്രം. അല്ല. അവിടെയാണ് ദൈവസഭ എന്നതിൻ്റെ ഗൗരവം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസഭ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ച എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ അവരെല്ലാം ദൈവസഭയിലെ അംഗങ്ങൾ അല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്ക് മുമ്പേ വായിച്ചു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവർക്കും, മുഴുവൻ മനുഷ്യന് വേണ്ടി മരിച്ചു. ഇനി ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഇന്നലകളിൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിന് ശേഷം ജനിച്ച എല്ലാവർക്കും വേണ്ടിയും യേശുക്രിസ്തു ക്രൂശ് മരണം ഇതോടെ അവരുടെ വീണ്ടെടുപ്പ് സാധ്യമായി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവരെല്ലാം ദൈവസഭയിലെ അംഗങ്ങളാണോ? അങ്ങനെയെങ്കിൽ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യമെന്ത്? യേശുക്രിസ്തു നിയോഗം കൊടുത്ത് അയക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത്? യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്നില്ലേ? മോചനദ്രവ്യം, തൻ്റെ രക്തം മറുവിലയായി ദൈവത്തിന് കെട്ടിവെച്ച് ആമേൻ, മനുഷ്യവർഗത്തെ മുഴുവനും വിലയ്ക്ക് വാങ്ങിയില്ലേ? 1 കൊരിന്തി 6-ാം അധ്യായം 19-ാം വാക്യം, ഇനി നാം നമുക്കുള്ളവരല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയവരാ. മനുഷ്യനെ മുഴുവനും വിലയ്ക്ക് വാങ്ങി. അങ്ങനെയെങ്കിൽ എല്ലാവരും ദൈവസഭയിലെ അംഗങ്ങളാണോ? അല്ല. നമ്മൾ ആ ഭാഗം പഠിച്ച് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ ഫേസ്ബുക്ക് മീഡിയയിലൂടെ ഇത് പലരും കേൾക്കുന്നുണ്ടാകാം. ഞാൻ അവർക്ക് വേണ്ടി ഒരു വാക്ക് ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വാക്ക് ഇങ്ങനെയാണ്: രക്ഷിക്കപ്പെടുന്നവരെ അവൻ സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് മുഴുവന് വേണ്ടി പാപപരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു. എങ്കിലും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവരെ അവൻ സഭയിൽ ചേർക്കൂ. രക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രോസസ്സ് എന്താ? മാമോദീസയാണോ? സ്നാനമാണോ? സഭയിലെ രജിസ്റ്ററാണോ? ചേർക്കാനുള്ള അവസാനം എന്താണ്? ഒരാൾ ദൈവസഭയിൽ അംഗമാകുന്നത് എങ്ങനെ? പണം കൊടുക്കുന്നതാണോ? ആമേൻ, സ്തോത്രം. വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ അവൻ ദൈവസഭയിൽ അംഗമാകുമോ? മാമോദീസ മുങ്ങിയാൽ അല്ലെങ്കിൽ സ്നാനപ്പെട്ടാൽ ദൈവസഭയിൽ അംഗമാകുമോ? ഇല്ല. കാരണം സഭ ദൈവത്തിൻ്റെതാണ്. സഭയിൽ ചേർക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അവൻ്റെ സഭയിൽ ഒരുവനെ ചേർക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ആ വാക്ക് വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 2 കാര്യങ്ങൾ ചെയ്യണം. യേശുക്രിസ്തു മരിച്ചത് മനുഷ്യൻ്റെയും മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്. വെളിപ്പാട് 5-ാം വായിക്കുന്നു, ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരും അവൻ വിലയ്ക്ക് വാങ്ങി. പക്ഷേ ആ വിലയ്ക്ക് വാങ്ങിയ ആ സ്തോത്രം അവരെങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നുള്ള വായിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയണം. ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അടുത്ത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. എങ്കിലും രക്ഷിക്കപ്പെടും.
എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ആ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വാഗൊണ്ട് പരസ്യമായി തൻ്റെ പ്രൊക്ലമേഷൻ തൻ്റെ പരസ്യമായി ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപിയായി തീർന്ന എന്നെ വീണ്ടെടുക്കാനായി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവനെ മറുവിലയായി നൽകി എന്നെ വിലയ്ക്ക് വാങ്ങി എന്നെ വീണ്ടെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ അവനെ രക്ഷിക്കപ്പെടാൻ ഇടയായിത്തീർന്നു. അത് സംഭവിക്കുന്നത് ഇത് നമ്മൾ പറയുമ്പം യേശുവിനെ നീതീകരിക്കപ്പെട്ടവനായി പ്രഖ്യാപിക്കും. അത് റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ നാം നീതീകരിക്കപ്പെട്ടവരായിത്തീരും. നമ്മൾ നീതിമാന്മാരായിത്തീരും. അവരെ കർത്താവ് സഭയിലെ അംഗങ്ങളാക്കും. നമുക്കിവിടെ അവസാനിപ്പിക്കാം. വഞ്ചിക്കപ്പെടരുത്, നിത്യതയിൽ കൈവിടപ്പെട്ടു പോകരുത്. സഭാ രജിസ്റ്ററിൽ പേരുണ്ടെങ്കിലും ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും ഞായറാഴ്ച ആരാധനയ്ക്ക് കുരിശ് വെച്ച ഒരു ആരാധനാലയത്തിനകത്ത് നമ്മൾ വന്നുവെങ്കിലും നിത്യത പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെട്ടേ പറ്റൂ. കൈവിടപ്പെട്ട് പോകാനിടയാകരുത്. വഞ്ചിക്കപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. സ്തോത്രം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവൻ ദൈവസഭയിലെ അംഗമായി തീരുകയുള്ളൂ. ദൈവസഭയിലെ അംഗങ്ങളായിത്തീരുന്നത് രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെടുകയില്ല. മാമോദീസ വെള്ളം തലയിൽ വീണതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുകയില്ല. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ നമ്മൾ ഒരു സഭയിലെ അംഗമായേക്കാം, രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടായേക്കാം, നമ്മൾ സ്നാനപ്പെട്ടതാകാം, ക്രിസ്ത്യാനി എന്ന് ലോകത്തിലുള്ളവർ നമ്മെ വിളിച്ചേക്കാം. എങ്കിലും ഈ നിമിഷം വരെ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷകരുമായി സ്വീകരിക്കാൻ ഇടയായിത്തീരട്ടെ. അങ്ങനെ ഉള്ള വ്യക്തികളെ യേശു തൻ്റെ സഭയോട് ചേർക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവസഭയിലെ അംഗങ്ങളായി തീർന്ന് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ. അല്പസമയം മുൻപോട്ട് പോയി അടുത്ത പ്രോഗ്രാം പെട്ടെന്ന് നടക്കേണ്ടതാണ്. ഞാനൊരു 10 മിനിറ്റ് സ്തോത്രം അടുത്ത പ്രോഗ്രാമിൻ്റെ കവർന്നെടുത്തു. സദ്യം ക്ഷമിക്കുക. വീണ്ടും നമുക്കൊന്നിച്ച് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.